ഹായ് ഹലോ, ഇന്ന് നമുക്ക് ചക്കപ്പുഴുക്ക് എങ്ങനെയാണ് റെഡിയാക്കുന്നത് നോക്കാം. ഈ ചക്കപ്പുഴുക്കിന് ഞാൻ പഴുക്കാത്ത ചക്കയാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. ഇതേപോലെ നീളത്തിൽ കട്ട് ചെയ്തെടുക്കാം. എന്നിട്ട് മേലെ വരുന്ന രീതിയിൽ വെള്ളം ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായിട്ട് വേവിച്ച് ഉടച്ചെടുക്കണം. ഈ ഉടച്ചതിന് ശേഷം നമുക്കൊരു 2 അല്ലി വെളുത്തുള്ളി, പിന്നെ ചെറിയ ഉള്ളിയാണ് ആവശ്യം, ഒരു 4-5 എണ്ണം എടുത്താൽ മതി. എന്നിട്ട് ചതച്ച് 2 പച്ചമുളകും ചതച്ച് ഇതിലേക്ക് ചേർക്കുക. എന്നിട്ട് നമുക്ക് തേങ്ങ, ജീരകം, ഒരു പിടി തേങ്ങയും ഒരു 1/4 ടീസ്പൂൺ ജീരകവും ചേർത്ത് ഇതിലേക്ക് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഞാൻ മുളക് പൊടി ഒന്നും ചേർക്കുന്നില്ല, പച്ചമുളകിൻ്റെ ടേസ്റ്റാണ് കൂടുതലുള്ളത്. പിന്നെ 2 ടേബിൾ സ്പൂൺ കോക്കനട്ട് ഓയിലും 1 ടീസ്പൂൺ കടുക്, പിന്നെ വറ്റൽമുളക്, കറിവേപ്പില. വറ്റൽമുളകൊക്കെ ആവശ്യത്തിന് ഇട്ടാൽ മതി. പിന്നെ കുറച്ച് കായപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക, നമ്മൾ ചക്കപ്പുഴുക്കിലേക്ക് ഇടുക. ഇതിൻ്റെ കൂടെ ഫിഷ് കറിയാണ്, മുളകിട്ട മീൻ കറിയാണ് ഇതിൻ്റെ കൂടെ ഏറ്റവും നല്ല കോമ്പിനേഷൻ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം.